ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു നരിമട കാണാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ആദ്യം അമ്മായിൻ്റെ വീട്ടിൽ പോകണം. അമ്മായിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഈ സ്ഥലം വരുന്നത് വൈലത്തൂർ വെള്ളച്ചാലാണ്. അപ്പോൾ ആദ്യം എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞാനും കസിൻസൊക്കെ പാടെ പോവുകയാണ്. ഞങ്ങളെപ്പാൻ്റെ ഫാമിലിയിൽ നിന്ന് കസിൻസൊക്കെ പാടെ പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ പുറത്തേക്ക് പോയിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണത് ഗൈസ്. അപ്പം നമ്മൾ കരയൊക്കെ എത്താനായിക്കണം. ഇനി ഒരു വലിയൊരു ക്യാച്ചുണ്ട്. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 3 മണി 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്ത് വേഗം നരിമട കാണാൻ വേണ്ടി പോവുകയാണ്. അവളെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് നടക്കാണ്ടായിരുന്നു. നല്ലൊരു ബോഗൺവില്ല കണ്ടിട്ടോ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നിന്ന് പൊട്ടിക്കണ്. ഞങ്ങളാണെങ്കിലോ വലിയ കടയിൽ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവങ്ങൾ നടന്നോളം പറഞ്ഞിട്ട് പോയതാണ് ഗൈസ്. ഒരുപാടുണ്ടായിരുന്നു അങ്ങോട്ട്. ലാസ്റ്റ് മനസ്സിലായി ഒരു സ്റ്റോപ്പൊന്നുമല്ല, 2-3-4 സ്റ്റോപ്പ് കഴിയണമെന്ന്. അങ്ങനെ പോണ വഴിയിൽ ഒരു വ്യൂ പോയിൻ്റാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നാണിത്. അതിൻ്റെ മുകളിൽ നിന്ന് പുത്തമ്പള്ളിയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അങ്ങനെ സംഭവം രസമുണ്ടായിരുന്നു കേട്ടോ. വ്യൂ പോയിൻ്റ് നല്ലൊരു സ്ഥലമായിരുന്നു. ഇവിടുന്നും കുറച്ച് നടക്കാനുണ്ട്. ആൻഡ് ഫൈനലി അവിടെ എത്തി ഗൈസ്. ഞാൻ ഈ വലിയ ഹൈപ്പ് എടുത്ത പോലൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഭയങ്കര വലിയ ഹൈപ്പ് എടുത്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ എനിക്ക് അത്രയും തോന്നിയില്ല. ഇവിടെ കയറാൻ ടിക്കറ്റ് ഉണ്ട്, 20 രൂപയായിരുന്നു. അങ്ങനെ 4 ആൾക്ക് 80 രൂപ. അതെ നാട്ടിയ മതി. ഉറക്കനാട്ടോ ഞാൻ വെക്കുവേ. കേട്ടോ നിങ്ങൾ പോലെ നോക്ക്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് താഴോട്ട് പോവാൻ വിചാരിച്ച്, നരിമട കാണാൻ പോവാൻ വിചാരിച്ച്. നരിമട കാണാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകണം കേട്ടോ. അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. കാരണം നിറച്ച് കാട്. ആ കാട്ടിനുള്ളിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകണത്. പക്ഷെ ഇവിടെ കുറേ വെട്ടി തെളിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ നല്ലായിരുന്നു. ആദ്യം ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഗുഹേൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. ആദ്യം ഗുഹേൻ്റെ പുറമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ മുന്നേ. അന്ന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇങ്ങനത്തെ പാർക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മേലിന്ന് അടിക്കൊക്കെ അതൊരു ഗുഹയെന്ന് പറയുന്ന അത്ര ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇതിപ്പോൾ അടിക്ക് ഇറങ്ങി പോയിട്ട് ഗുഹ കാണണം നമ്മൾ. അപ്പം ഈ ഗുഹ കാണാം ഗൈസ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഗുഹ കാണാൻ 6 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മേലിന്ന് മാത്രമേ ഗുഹ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പുറത്തൊക്കെ നിറച്ച ആൾക്കാരാണ്. ഉള്ളിൽ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒരുമാതിരി സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് അവരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അതിനുള്ളിലേക്ക് പോകേണ്ട ശേഷം നിൽക്കുകയാണ്. അപ്പോൾ ഫൈനലി ഞാനും എൻ്റെ ഒരു കസിനും കൂടെ അതിനുള്ളിലേക്ക് പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് പേടിയില്ല. മറ്റേ 2 പേർക്കും ഭയങ്കര പേടിയാണ്. ഒരില്ല പറഞ്ഞ് ഒരു ദിവസം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ലേറ്റ് ഒന്നും കേട്ടോ. ലേറ്റ് ഒന്നും ഞാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി നോക്കട്ടെ. ബാഡി പാമ്പടെ പോവോ?
ഇതെന്തോ മതി മതി എന്തൊക്കെ ചാണം പോലെ വൃത്തിയടി എന്താ നേരി പാമ്പ് ചുട്ടുന്നതോ കുന്തം. അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളിൽ 3 മൊയ് ഉണ്ടെന്നാ പറയണേ. അവിടെ പോയി നോക്കാം. അപ്പൊ നേരത്തെ ഇവിടെ വിറ്റ് വന്നതാണ്. എവിടെ എവിടെ ഇതാണോ ഇതോ ഇതൊരു കുയി അതൊരു കുയി വളരെ വരി ഇത് മാസ്കര പൊട്ടി അടുത്തൊരു കൂട്ടാണത്. ഇത് ഇവിടൊക്കെ നല്ല മണ്ണാടി, നല്ല കല്ല. അവിടെയും കല്ലിട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. എടി പോണ്ട വെച്ചിട്ടടി നമ്മളഥവാ സാധിച്ചു പോയല്ലോ. നമ്മൾ തലമക്കാട് പോകും. നമ്മൾ കുളം ഇവിടെ എന്തോണ്ട് പട്ടോടെ കിണറോടെ പോയോടെ കുളോടെ. സംഭവം ഞങ്ങൾ ഒരട്ടം ഇറങ്ങിയിട്ട് വീണ്ടും കയറിയിട്ടോ പേടിച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ 3 വഴി ഉണ്ട് പറഞ്ഞ്. ആ 3 വഴിയും കല്ലുകൊണ്ട് വെച്ച് അടിച്ച് നമ്മൾ അടച്ചിക്കണ്, നമ്മൾ പോണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരുമാതിരി സ്മെല്ല് കേട്ടോ. കാരണം അതിനുള്ളിൽ എന്നും വവ്വാലും മറ്റേ പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ പോയപ്പോൾ വവ്വാലും അതൊന്നും കണ്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കയറ്റി കയറി വന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പോപ്കോണും ഐസൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിരുന്ന് ഊഞ്ഞാൽ. ഇപ്പം അത്യാവശ്യമൊക്കെ ആളയക്കുന്നുണ്ടോ, ഊഞ്ഞാലിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മേലെ പോയിട്ട് ചായ കുടിച്ചിട്ടോ. ഞങ്ങൾ 4 കോഫിയും പിന്നെ 4 പഴംപൊരിയാണ് പറഞ്ഞത്. ഇവിടുന്ന് പിന്നെ നല്ല രസമുണ്ടായിരുന്നുണ്ടോ സൂര്യൻ നിൽക്കണത് കാണാൻ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചാണ് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി. കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പഴംപൊരി ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ താഴോട്ട് നോക്കുമ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. കാരണം എല്ലാവരും വന്നിങ്ങനെ തുടങ്ങണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഫ്രണ്ടിനെ കണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംസാരിക്കാൻ പറ്റിയില്ല. റോഡ് കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോവാണ് ഗൈസ്. ഇതും അടിപൊളി വ്യൂ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇവിടെ നിന്നൊക്കെ സൂര്യൻ എന്ത് രസമായിരുന്നു വെച്ചിട്ടാണ്. എന്നിട്ട് ഈ ലൈറ്റിൽ ഫോട്ടോ എടുത്തപ്പോൾ നല്ല രസമുള്ള ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടോ. പിന്നെ എന്താ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വേഗം പോയി. ബിക്കോസ് അവിടെ നിൽക്കാൻ വയ്ക്കില്ല. കാരണം ഇനി ഞങ്ങൾ വീട്ടിൽ കുറച്ച് പോവാണ്ട്. ഇനി കുറച്ചും കൂടെ അവിടെ നിന്നാൽ ഇരുട്ടാവും. ഇപ്പം തന്നെ 6 മണി ആയിക്കണ്. അമ്മ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ നേരെ ഓട്ടോയിൽ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി എവിടെയും കാണാനൊന്നുമില്ല. ഇനി ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. എനിക്കും എൻ്റെ അനിയത്തിക്കും വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. ഒരു ഓക്കെ ഫീൽ ചെയ്തിരുന്ന് പോവാൻ അത്ര തന്നെയായിരുന്നു. സോ മേ ബി അതുകൊണ്ടേച്ചാവും വലിയ രസമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എന്താ പറയുക, വല്ലാണ്ട് ഇഷ്ടമായില്ല. ആവറേജ് ഒരു നോർമൽ ഒരു സ്റ്റാർട്ടിങ് ആണിത്. പോയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്ലേസ്. നിങ്ങൾ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. ലാസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞതാ. അങ്ങനെ ക്യാമറയിൽ നോക്കി ഓട്ടോറിക്ഷ കയറിയിട്ട് കിട്ടിയ പണിയാണ് ഗൈസ്. നെറ്റി വലിയ കമ്പി വെച്ച് മുട്ടി ഗൈസ്. അങ്ങനെ ഇത്രേ ഉള്ളൂ ഗൈസ്.
ബായ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. വീണ്ടും ഐസ് മേടിക്കാൻ പോകണം. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ടായതുകൊണ്ട് ഞങ്ങളൊരു ഐസ് മേടിച്ചുകൊണ്ട് അത് ഇമ്പിയാണ്ട് നടക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഇത്രയുള്ളൂ. ഇത് പോയ വിശേഷമൊക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്രയുള്ള വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ പോണത് അന്ന് നൈറ്റ് എടുത്ത വ്ളോഗാണ്. ഗൈസ് ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാൻ പോവാം. രാത്രി ഒരു 8 മണി നിൽക്കണം. എന്നിട്ടാണ് മാങ്ങ പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. രാവിലെ നേരത്തെ പോകണ്ട. കഴിക്കണ്ട് മൂച്ചയാണിത്. ഒരേതു എടി ഇവിടെ ഒരു മരങ്ങളൊന്നും ഐഫോണിനെ കാട്ടിട്ടുണ്ടല്ലോ ഇതില്. കഴിച്ചിരുമ്പോ മാങ്ങ എന്താ പറയുക പറ്റിച്ചാണ്. തോലികട്ടില്ല മാങ്ങ. ടേസ്റ്റ് ചെയ്യാ. പിന്നെ പൊക്കിത്താ ഞാൻ പറിച്ചരാ. ഇവിടെ ഒന്നും ഗൈസ് നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ് ഞാൻ. നൈറ്റ് വാക്ക് ഗൈസ്. ഇവിടെ ആരില്ല. ഏകദേശം ഒരു 8 മണി ബാങ്ക് കൊടുത്തില്ല. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം യാത്രയൊക്കെ നയിച്ച് നടക്കണതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നല്ലൊരു മൂണത കാണുന്നു. പാടം കാണാൻ വന്നാണ്. രാത്രി പാടം കാണാൻ വന്ന് പാടം കണ്ടു ഗൈസ്. പാടം ഇതാണ്. രാത്രി ഇതൊന്നും കാണില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാൻ മാങ്ങ കിട്ടിയിട്ടില്ലേ. 4 മാങ്ങ ഞങ്ങൾക്ക് കിട്ടി. നീട്ടുവോ? മതിരി ആടാ. വീണ്ടും അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.